മുളക് ചിക്കൻ മതി. ഹലോ ഗായ്സ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞങ്ങളപ്പോ ചർച്ച് സ്ട്രീറ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെയൊക്കെ പോവാണ്. പിന്നെ ഞം 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 പോയിട്ട് വരാം. എങ്ങനെയുണ്ട് ഗൈസ്? ഇവന്നെ കാണാൻ പോവാണ് ഗൈസ്. മെട്രോ കയറി നമ്മൾ നമ്മുടെ കുറെ നാളത്തെ ഒരു ആഗ്രഹം മനസ്സിലായി. ഫോട്ടോ പൊത്തിയെടുക്കാൻ പോവാൻ അവളുമാരെന്തോ കണ്ടിട്ട് നോക്കട്ടെ. നാളെ നോക്കട്ടെ. നമ്മളങ്ങനെ ചർച്ച് സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. ഫൈനലി നല്ല വിശപ്പുള്ളതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ പോയി മന്തി കഴിക്കും. മന്തി ഡ്രസ് കിട്ടിയോ? ആദ്യത്തെ ഒരു കവർ നിറച്ചിട്ടുണ്ട്. ഇതാ, എടുക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ വന്നാ എടുക്കും. അതാണ് പ്രശ്നം. തപ്പുന്നു ഗൈസ്. നല്ല വെയിലുണ്ട്, വിശന്നിട്ട് വയ്യ. നമ്മളങ്ങനെ മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ് എന്തായാലും. രാവിലെ കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പ്. അതുകൊണ്ട് നമ്മൾ മന്തി കഴിക്കാൻ 24 മണിക്കൂറും ഫോണിലാണ്. രണ്ടെണ്ണം അനു, അതിന് പിന്നെ വെളിയേ ഇല്ല. എന്താ ചെയ്യാ, ഫോട്ടോ എടുക്കണോ? നമ്മുടെ മൊറോക്കൻ മന്തി വന്നു. ആസ് യൂഷ്വൽ നമ്മുടെ മൊറോക്കൻ മന്തി. മൊറോക്കൻ അൽഫാം ചിക്കൻ മന്തി. അതിനെ ഞാൻ പറഞ്ഞു. കഴിച്ചിട്ട് വരാം. ബൈ. ഒരുത്തി വയലിറക്കാൻ വയ്യാത്തോണ്ട് കണ്ടു. ഇവിടെ അവൾക്ക് നീര് വന്നു തോന്നുന്നു. മറ്റൊക്കെ അവള് കാണിക്കൂ. ഇറക്കടി. ഡ്രസ്സ് കൊള്ളാലോ. എവിടുന്നാ? ഒരു എന്താ പറയാ, എത്ര കോസ്റ്റ്യൂം? അല്ല, എത്ര കോസ്റ്റ്യൂം, എത്ര റേറ്റ് എനിക്കറിയില്ല. ഇത് എന്റെ അപ്പുറത്തുള്ള റൂംമേറ്റിന്റെ, ഇത് അപ്പുറത്തുള്ള റൂംമേറ്റിന്റെ. എത്ര എനിക്കറിയില്ല. അതോ ഇത് അപ്പുറത്തുള്ള റൂംമേറ്റിന്റെ. ഇതോ? സോറി, ഇതെന്തായാലും. എങ്ങനെയുണ്ട് മന്തി? ഉറക്കം വരുന്നുണ്ടല്ലേ? ഷോപ്പിങ്ങിന് വന്നിട്ട് ഇപ്പൊ ഒരു ബെഡ് കിട്ടിയ, എനിക്ക് പരിപാടിക്ക് ഡ്രസ്സ് എടുക്കാൻ ഇവിടെ ഇരിക്കുന്നത്. ഒരു ബെഡ് കിട്ടിയ ഇപ്പൊ കിടക്കും. ബെഡ് വേണമെന്നില്ല, ഇവിടെ സംഭവിച്ചാൽ എടുക്കും. മതിയോ? എങ്ങനെയുണ്ട് നമ്മുടെ മൊറോക്കൻ മന്തി? ഇത് ഫിറ്റായ പോലെ. ഒരാള് വായല് മതിയായിട്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നടക്കാൻ പറ്റാണ്ട് ഇനി കുറച്ച് ഷോപ്പിങ്ങും കൂടി. നമ്മളപ്പോ ഫുഡൊക്കെ കഴിച്ചു വന്നു. നമുക്കൊരു ഷോപ്പിൽ കയറിക്കാണ്. വിവിധ പള്ളത്തിന് നിങ്ങൾക്ക് കാണണം. ക്ഷീണിച്ചു, അവശയായി. നമ്മളിനി ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടു. ടോപ്പ് കഴിഞ്ഞിട്ട് നമുക്ക്
എന്തൊന്നുമില്ല, ഡ്രസ്സൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക. ഓക്കെ, നമുക്ക് ആക്ച്വലി ഒരു പരിപാടി, ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് കോളേജിൽ. സോ അതിന് ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിവിധ പള്ളത്ത് ഇവിടെ ഭയങ്കര റേറ്റ് 1,000. അതാണ് ഇപ്പം ഞങ്ങളുടെ വലിയ ആൾക്കാരെ പോലെ നമുക്ക് ഇഷ്ടമായില്ല. സോറി കൊടുക്കും. നമ്മുടെ വിവിധ പള്ളത്തായത് തന്നെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ഒക്കെ ചെയ്ത് അതിൻ്റെ അഹങ്കാരപ്പൊ കാണാൻ ഇവിടെ ഇങ്ങനെ ഓടി നടക്കണം എന്നായിരുന്നു. എനിക്ക് ഡ്രസ്സ് കിട്ടിയത്, എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മേഘ ഒരു കാര്യം ചോദിക്കട്ടെ, അത് ഇപ്പോഴാണ് ചോദിക്കേണ്ടത്. അത് ഞങ്ങള്, അതായത് ഇതുവരെ ഞങ്ങള് ഇങ്ങനെ ഒരുമിച്ച് പോയിട്ടില്ല. ലാസ്റ്റ് സമയം ഇപ്പൊ ബിബി പോവാറായ സമയപ്പോഴാണ് ഞങ്ങള് എല്ലായിടത്തേക്കും ഓടിപ്പോയി. അത് കാരണം ലാസ്റ്റ് കേട്ടായിരുന്നോ? അപ്പൊ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി എവിടേക്ക് ഇങ്ങനെ പോയില്ലല്ലോ, ഒരുമിച്ചില്ലല്ലോ. നാട്ടിക്ക്. അതെ, ബിബി അടക്കം ഞങ്ങളാണ് ഇങ്ങോട്ടും വരും. ഞാന് അറിയാണ്ട്, അവളറിയാണ്ട് ഞാൻ മേടിച്ചു കൊടുത്ത് അവൾക്ക് ഇഷ്ടമാണെങ്കിലല്ലോ. എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഞാൻ അങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു എന്ത് മേടിച്ചു കിട്ടി. പക്ഷെ തിരിച്ചറിഞ്ഞ ചെലവ് കൊടുക്കണം കേട്ടോ, വെറുതെ. അത് വേണം, അതില്ലാണ്ടില്ല. അതിനു വേണ്ടിയുള്ള മുൻകൂർ ജാമ്യം എടുത്തതാ ഞാൻ എന്തെങ്കിലും മേടിച്ചു. ഒരുത്തി ഡ്രസ്സ് എടുത്തു, എന്നിട്ടും ഇൻവെൻസിക്കുള്ളത് കിട്ടിയോ. ലാസ്റ്റ് ഇതാ ഇവിടുന്ന് തന്നെ ഓൺലൈനിൽ ഒരുത്തി ക്ഷീണിച്ച ആവശ്യമായി. വെള്ളം വേണം എനിക്ക്, നല്ല ഫോണ് 30% ഓഫ് ആകും. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇപ്പം ഇതാ അടുത്ത് ഗംഭീര കമ്മൽ തിരച്ചില്ലാണ്ട് ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിച്ച് നമ്മളിങ്ങനെ പോയി നോക്കിയപ്പോൾ ഒരു നല്ല ഷോപ്പ് കണ്ടിട്ടോ. അവിടെ നല്ല അഫോർഡബിൾ റേറ്റും ഞങ്ങൾക്ക് തോന്നി, ആൻഡ് നല്ല കളക്ഷൻസ്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നെ വഴി ഓരത്ത് കണ്ടപ്പോൾ അതും ഇരുന്ന് നോക്കുകയാണ്. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് പോവാണ്. മേഘോ ക്ഷീണിച്ചോ? ക്ഷീണിച്ചു. അങ്ങനെ ഇതും കഴിഞ്ഞു. കഴിഞ്ഞ എന്താ ശിഖ സങ്കടം? പോയി. സാധനം കിട്ടിയില്ലേ? സാധനം കിട്ടിയില്ലേ? നല്ല ക്ലിയർ സാധനം. 136 അതിൽ 400 ബാങ്ക് പിടിച്ചിട്ടുണ്ടോ? അതെന്താണ് ഇങ്ങനെ ബാങ്ക് ക്യാഷ് പിടിച്ചു എന്തോ പറഞ്ഞിട്ടുള്ള സങ്കടത്തിലിരിക്കുകയാണ്. അവളുടെ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗൈസ് ഓരോ കോപ്പറേറ്റീവ് കാണിച്ചു തരും. വിവിധ പള്ള തളർന്നു, ക്ഷീണിച്ചു, ഒരു കാര്യം ചെയ്തിട്ടില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. എന്നിട്ട് തളർന്നു. കണ്ണു നോക്കും നിങ്ങൾ, കോങ്കണ്ണിയെ പോലെ ഉണ്ട് കാണാൻ. ഒരു കാര്യം നടന്നിട്ടില്ല, ഞാൻ പറയുന്നത് ഇതേ നടന്ന് ഇതാണ് വിവിധപ്പളൊക്കെ പുറത്തിറങ്ങിയ കാശ് പൊട്ടുന്നത്. രണ്ടുപേരും പൊട്ടിയില്ലല്ലോ. കാശില്ലേ പൊട്ടിക്കാൻ? കാശില്ലേ പൊട്ടിക്കാൻ ചുട്ട വന്ന എന്താ ഇതാ ഒരു കൊട്ട നിറച്ചിട്ടുണ്ട്. എന്നിട്ടും മനസ്സ് നിറഞ്ഞിട്ടില്ല ചിലവരുടെ. ഇദ്ദേഹത്തിന്റെ അല്ല, ഇദ്ദേഹത്തിന്റെ ആണോ? എന്നാലും കിട്ടിയില്ലേ സാധനം? മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി. പഞ്ചാര പായസം അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞു. നമ്മുടെ സ്ഥിരം കടയിൽ ഷേക്കിൽ അവസാനിപ്പിക്കുകയാണ്. കോടീശ്വരന്മാരെ പോയി പിച്ചക്കാരെ ആസ്വദിച്ചത്. നാളെ സിനിമയും കൂടി ഞങ്ങൾ പ്ലാൻ എടുത്തിട്ടാണ്. അപ്പോൾ എനിക്ക് അറിയില്ല തോന്നുന്നു. നമ്മളെ പേയ്മെന്റ് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ രംഗഭൂമിയിൽ നിന്ന് നമ്മള് പടിയിറങ്ങുന്നു. അത് കഴിഞ്ഞാൽ പോവില്ല. നമ്മള് രീതിയിലെ പറഞ്ഞു വിടും. 3 ആഴ്ച കഴിഞ്ഞാൽ ക്ലാസ് എക്സാം കഴിഞ്ഞ രീതിയിലെ പറഞ്ഞു വിടുന്നു.
വേഗം പോന്ന് എന്താന്ന് വെച്ചാ വേഗം പോന്ന് വേഗം പോന്ന് എന്താന്ന് വെച്ചാൽ നമ്മളെന്താ ലാസ്റ്റ് കൊണ്ട് ഇങ്ങനെ 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 കിടന്ന് പൊരിയുന്നു. നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഷോപ്പിംഗ്? അയ്യോ പിന്നെ ഭയങ്കരമായിരുന്നു. ശരിക്കല്ല ഡ്രസ് പകുതി കാല് കിട്ടിയിട്ടില്ല എനിക്കിത് അവിടെ ചെന്നിട്ട് കാല് എനിക്ക് പകുതി കുണ്ടി. പാടില്ല. അനു ഇങ്ങനെയാണ് ഗൈസ്, എല്ലാം ഭയങ്കര ഓപ്പൺ ആയിട്ട് പറയും. ഓപ്പൺ മൈൻഡഡ് ആയതുകൊണ്ട് സോ കൊറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു ലോങ് വീഡിയോ എടുക്കാം. കുറെ നാളുകൾക്ക് ശേഷം മാത്രമല്ല നമ്മള് 4 പേര് ഫസ്റ്റ് ടൈം പോണത്. അപ്പൊ അത്രയ്ക്കുള്ളൂ കാണിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ അയ്യോ അപ്പൊ വീഡിയോയിലേക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പിടിക്കാം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ഇറ്റ്സ് മീ വിബ്ദ പിള്ള സൈനിങ് ഓഫ്. ബൈ. അതെ, ഇതുപോലത്തെ ഇങ്ങനത്തെ വ്ളോഗ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. ആൻഡ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ എടുക്കാറില്ല. ആൻഡ് എന്തോ ഫൈനലി അങ്ങനെ എടുത്ത് ബട്ട് ഇറ്റ്സ് ഓൾ ഫോർ മെമ്മറീസ്. ആൻഡ് എന്താ പറയുക, എന്തോ സമയം. സോ ലാസ്റ്റിലേക്ക് എത്തി എന്ന് മാത്രം. ആൻഡ് ഐ എം ഗോണ മിസ് ദം ഓൾവേസ്.